അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മെമിക്സ്. വിവിഷ്ട മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സബ്ജക്റ്റ് എന്ന് പറഞ്ഞ എന്താ പറയുക? അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മെമിക്സ്. വിവിഷ്ട മീഡിയയിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് തെറ്റാറുണ്ടോ വിഷയം പറയുമ്പോൾ? അങ്ങനെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻട്രോ പറയുമ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രോ തെറ്റിപ്പോകുക എന്നത്. അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മെമിക്സ്. വിവിസ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ പലരും യൂട്യൂബർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കാം അല്ലേ? നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇൻട്രോ പറയുന്ന സമയത്തായിരിക്കും അല്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് തെറ്റാറുണ്ടാകും. ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച്, ഇപ്പോൾ മോട്ടിവേഷൻ ആണെങ്കിൽ മോട്ടിവേഷൻ, ഫുഡിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വല്ല മൊബൈൽ ടിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത്, വ്ളോഗ്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രോ അത്യാവശ്യമാണ് അല്ലേ? ഇങ്ങനെ ഇൻട്രോ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റാറുണ്ട്. പൊതുവെ തെറ്റാറുള്ള എല്ലാവർക്കും പതിവാണ്. അപ്പോൾ അങ്ങനെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രോ എത്ര വലിയ വിഷയമാണെങ്കിൽ പോലും അത് കറക്റ്റ് തെറ്റാതെ ഒറ്റ ടേക്കിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ബാറ്ററി നഷ്ടപ്പെടുന്നു, അത് ബാറ്ററി ലോ ആകുന്ന സാധ്യത ഉണ്ട്. സമയം ഒരുപാട് പോകും. കാരണം ടേക്ക് എടുത്ത് 100 അല്ലെങ്കിൽ 50, 30 ഒക്കെ ടേക്ക് എടുത്തിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഒരു ഇൻട്രോ സംസാരിക്കുമ്പോൾ അല്ലേ? ചിലർ ഓർത്തെടുത്ത് പറയും, മറ്റു ചിലരാണെങ്കിൽ അത് എഴുതി വെച്ചിട്ട് അത് പഠിച്ച് പറയുന്നു. ഇതിനൊന്നും ആവശ്യമില്ല. ഇത് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും. നമുക്കിങ്ങനെ നോക്കി നമ്മുടെ ന്യൂസ് റീഡറൊക്കെ ചെയ്യില്ലേ എന്ന പോലെ നമുക്ക് എഴുതിയിട്ട് അത് നോക്കി നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് തെറ്റാതെ നമുക്ക് സമയം ലാഭിക്കാം, ബാറ്ററി ലാഭിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഓക്കെ, ഈ ഇൻ്റർഫേസിൽ പോയിട്ട് ഇവിടെ കണ്ടൻറ് ഉണ്ട്, അതുപോലെ തന്നെ ടൈറ്റിലുണ്ട്. ഇപ്പോൾ കണ്ടൻറ് കണ്ട, ഈ ടൈറ്റിൽ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഞാനിപ്പോൾ ടൈറ്റിൽ ഇവിടെ തൽക്കാലം കൊടുക്കാൻ പോകുന്നത് പ്രണയദിനം എന്നാണ്. കാരണം പ്രണയദിനത്തെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, പ്രണയദിനം എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കണ്ടൻറ്റിൽ പോയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ആ വിഷയം എന്താണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, പേസ്റ്റ് ആയല്ലോ. ഇനി മേലെ കാണുന്ന ഈ വീഡിയോയുടെ ഓപ്ഷൻ ഉണ്ടല്ലോ, മേലെ വലത്ത് ഭാഗത്ത്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കണ്ട. ഇനി മേലെ കാണുന്ന പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ ഇതിലേക്ക് തന്നെ എത്തും, കണ്ടൻറ്റ് ടൈറ്റിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. താഴെ കാണുന്ന വീഡിയോ ഉണ്ട്, പിന്നെ കുറേ ഓപ്ഷൻസ് കാണാല്ലേ, താഴെ വീഡിയോ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് ഈ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ റൊട്ടേറ്റ് ആയിട്ടുണ്ട്, മൊബൈൽ റൊട്ടേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻസ് കാണിക്കാം. മേലെ കാണുന്ന ഓപ്ഷൻ വീഡിയോയുടെ ഓപ്ഷനാണ്, പെൻസിലിൻ്റെ ഓപ്ഷൻ. പിന്നെ താഴെ വീഡിയോ, തൊട്ട് താഴെ നമുക്ക് എന്താ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്, കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്ഷനാണ് താഴെ കാണുന്നത്. കണ്ട, ടെക്സ്റ്റിൽ പോയിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, കാണുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, ഇതാണ് സംഭവം. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം, ടെക്സ്റ്റിൻ്റെ കളർ കണ്ടോ. ഇനി താഴെ കാണുന്നത് റൊട്ടേറ്റ് ആണ്. തൊട്ട് താഴെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കണ്ണാടി പോലെ ആകുന്നത് വേണ്ട. ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അവിടെ പോയി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഇവിടെ ഫോണ്ട് വലുതാക്കാവുന്നതും ചെറുതാക്കുന്ന സംഭവം ഉണ്ട്. അത് അത്യാവശ്യം സ്പൂണ്ട് എനിക്കിത് മതിയാവും. എനിക്കിത് മതി, ഈ ഒരു ഫോണ്ട് മതിയാവും. ഓക്കെ, ഇനി താഴെ സ്പീഡാണുള്ളത്. സ്പീഡ് നമുക്ക് എത്ര കൂട്ടും കുറക്കും ചെയ്യാം. അതേപോലെ മേലേക്ക് ഇങ്ങനെ പോകും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ കാണിച്ചു തരാം, ഈ സ്പീഡ് കൂടുന്നതും കുറഞ്ഞതും കാണിച്ചു തരാം. ഓക്കെ, ഈ താഴെ കാണുന്നത് അതിൻ്റെ ഇതാണ്, അത് കുഴപ്പമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് കൗണ്ട് ഡൗൺ 3 1 ഒക്കെ വരുന്ന സംഭവമാണ്. നമുക്ക് സ്പീഡ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. സ്പീഡ് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് നമുക്ക് തൽക്കാലം ഒരു സ്പീഡ് ഒരു 10 അതിന് മതി, ഇതിൽ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിൽ പോവാം. ഓക്കെ, ഇപ്പോൾ എന്നെ കാണുന്നുണ്ട്. എഴുത്ത് വെള്ളയിൽ തന്നെ വരുന്നത് കേട്ടോ, വെള്ള എഴുത്താണ്. നമുക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്നില്ലല്ലോ, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു തൽക്കാലം റെഡ് ആക്കാം. അത് മതി. ഓക്കെ, അത് മതിയാവും. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, വായിച്ച് നോക്കാം. നമുക്ക് കൗണ്ട് ഡൗൺ 3 2 1. ഓക്കെ, അന്ന് രാവിലെ ഓഫീസിൽ പോകാൻ നേരം അയാൾ അവളുടെ മുഖത്തേക്കൊന്നു നോക്കി. നമുക്ക് പറ്റണില്ല, കാരണം സ്പീഡ് വളരെ കുറവല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കുറച്ച് കൂട്ടാം.
അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആ സ്പീഡിൻ്റെ താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീഡ് നമുക്കൊന്ന് കൂട്ടാം. ഓക്കെ, അത്യാവശ്യം സ്പീഡ് ഒരു 36, 35 പോവാം നമുക്ക്. ഓക്കെ, 35 പോവാം. ഇനി നമുക്ക് നോക്കാം. കണ്ട അത്യാവശ്യം സ്പീഡ് കൂടുന്നുണ്ട്. ഇനി നമുക്ക് താഴെ വരെ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കൗണ്ട് ഡൗൺ നമുക്ക് നോക്കാം. 2, 1, 0. അന്ന് രാവിലെ ഓഫീസിൽ പോകാൻ നേരം അയാൾ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഇന്നൊരു സുഖമില്ലല്ലോ മുഖത്ത്, എന്തു പറ്റി? ഇന്നലെ രാത്രി മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്താണ് നിൻ്റെ പ്രശ്നം, പറയൂ. അപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? ചെറിയ ദേശത്തോടു കൂടി അവളുടെ മറുപടി. ഇല്ല, നീ എന്താണെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുള്ളൂ കേട്ടോ. നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് സ്പീഡ് കൂടും, കാരണം നമുക്ക് പറ്റുന്നില്ല, ഒപ്പെത്താൻ പറ്റുന്നില്ല. അപ്പോൾ സ്പീഡ് കുറച്ച് കുറക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നമുക്ക് ഏത് ലെവലിൽ നമുക്ക് സ്പീഡ് വേണ്ടത് ആ ഒരു സ്പീഡിൽ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ സെപ്പറേറ്റ് വേറെ റെക്കോർഡ് ചെയ്യാണ് കേട്ടോ, അതാണ് നിങ്ങൾക്ക് ലിപ്പ് പ്രശ്നം വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കടന്ന ആ ചോപ്പിൻ്റെ തൊട്ടടിയിൽ ഒരു ടിക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ലോഡിങ് ആണ്, ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സമയം പിടിക്കും. അപ്പോൾ ലോഡാവാൻ ഇത്തിരി സമയം പിടിക്കും, കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഗാലറിക്ക് ഇത് പോയിട്ടില്ല കേട്ടോ. ഇനി ഗാലറിക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ മേലെ ഒരു ആരോ കാണുന്നില്ല, അടിയിലൊരു ആരോ കാണില്ല, അടിയിലൊരു ആരോ മാർക്ക്, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിക്ക് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം സേവ് ടു ഗാലറിയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇൻട്രോ സംസാരിക്കാവുന്നതാണ്. ഒറ്റ ടേക്കിൽ തെറ്റാതെ പൂർണ്ണമായിട്ടും ഏത് വലിയ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.